ഹലോ ഗൈസ്, എല്ലാവർക്കും വാഴ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നേക്കുന്നത് കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയറിൻ്റെ ഞാൻ പണ്ട് ചെയ്ത വീഡിയോയുടെ ഏൽപ്പിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഗെയിം പ്ലേ ആയിട്ടാണ്. നമ്മളതിൻ്റെ നേരത്തെ ഒരു ഏൽപ്പിക്കാൻ മോഡ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരും അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. നേരത്തെ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ഗെയിം പ്ലേ ആണ്. എൻ്റെ കാർ കളക്ഷനൊക്കെ ഒന്ന് കാണിക്കുക. അതുപോലെ ജസ്റ്റ് ഒന്ന് സ്നോ സിറ്റി വരെ ഒന്ന് പോയി അവിടുത്തെ വീട്ടിലൊന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് അവിടം വരെ പോവുക, അത്രേ ഉള്ളൂ. ചെറിയൊരു ഗെയിം പ്ലേ. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത് മാത്രം മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഗ്യാരേജിൽ പോയിട്ട് എൻ്റെ കാർ കളക്ഷൻ കാണിച്ചു തരാം ഗൈസ്. ഗെയിം ലോഡ് ആകുന്നുണ്ട്. ഇത് നമ്മുടെയുള്ള എല്ലാ കാറും ഉണ്ട് ഗൈസ്. ഇതിനകത്ത് നമ്മുടെ എല്ലാ കാറും ഉണ്ട് ഗെയിമിലെ. നമ്മൾ മോളേപ്പിക്ക് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ. പിന്നെ ഇത്ര ഇപ്പോൾ 1-2 മാസമായിട്ട് ഞാൻ എൻ്റെ എപ്പിക്ക് കളിക്കുന്നു. ഇതുവരെ ഒരു പ്രശ്നം ഇല്ല ഗൈസ്. അപ്പോൾ 100% നിങ്ങൾക്ക് കളിക്കാം, ഒരു കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ കുറേ നാളായിട്ട് കളിക്കുന്നു. ഇത് എൻ്റെ മാഫിയയുടെ ഒരു കാറാണ് ഗൈസ്. പിന്നെ ഇത് വൈപ്പർ ഡിവിഷൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഗ്രൂപ്പാണ് ഗൈസ് ഇൻസ്റ്റാഗ്രാമിലെ, ഈ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയറിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ഇട്ടാൽ മതി, നമുക്ക് സെറ്റാക്കാം. ഇതൊന്ന് കാറൊന്ന് വാഷ് ചെയ്യണം ഗൈസ്. പിന്നെ ഇത് നമ്മുടെ BMW. മറ്റേ ആദ്യം കാണിച്ച ബ്ലാക്ക് കാർ ഞാൻ കുറച്ച് കസ്റ്റമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഇത് നമ്മുടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കുക, ഗൂഗിളോ എന്തെങ്കിലും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. നീഡ് ഫോർ സ്പീഡിൻ്റെ ഒരു കാറാണിത്. നീഡ് ഫോർ സ്പീഡ്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയല്ലോ, മോസ്റ്റ് വാണ്ടഡ്, ആ ഗെയിമിലെ കാറാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാറാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. ഈ കാർ എടുത്തിട്ട് നമുക്ക് പോകാം ഗൈസ്, നമുക്ക് സ്നോ സിറ്റിയിൽ. പിന്നെ ഇത് ഞാൻ പകുതി പണിതിട്ടേക്കണതാണ്, ഫുള്ളായിട്ടില്ല. ഇത് നമ്മുടെ മലബാറിയുടെ വണ്ടിയാണ്, നമ്മുടെ ഓട്ടോഷോയ്ക്ക് കൊണ്ടുപോകുന്ന വണ്ടിയാണ് മലബാറിയുടെ മഞ്ഞ. ഇതൊന്ന് സെറ്റാക്കി എടുക്കണം. നമ്മുടെ അതിരടിയിലൊക്കെയുള്ള മഞ്ഞ BMW ഇല്ല, അതാണ്. പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ മറ്റേ ഇതിൻ്റെ ഗ്രൂപ്പിൻ്റെ ഒരു ബസ്സാണ് വൈപ്പർ ഡിവിഷൻ്റെ, അപ്പോൾ അതുണ്ട്. പിന്നെ ഒരു BMW ഞാൻ ചെറുതായിട്ടൊന്ന് പണിതിട്ടേക്കണതാണ്. ഇത് ഞാനിപ്പോൾ അധികം എടുക്കാറില്ല, അതിങ്ങനെ ചുമ്മാ ഇട്ടെന്നേ ഉള്ളൂ. പിന്നെ ഫ്ലൈങ് സ്ക്യൂരലിൻ്റെ BMW, ഇത് നിങ്ങൾക്ക് നേരത്തെ നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷേ ഈ ഡീറ്റെയിൽസ് ഒന്നും അത്ര പെർഫെക്റ്റ് ആയിട്ടല്ലായിരുന്നു ഞാൻ അത് ചെയ്തായിരുന്നത്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ സൈഡിലുള്ള ഈ സംഭവങ്ങളെല്ലാം അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. പിന്നെ ഏതാണ് ഇത് പജീറോയും പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് ഉണ്ടാക്കിയതാണ്. ഇതും അതുപോലെ തന്നെ സെറ്റപ്പ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. പിന്നെ ഞാനകത്തൊരു ഈ മലബാറിയുടെ വണ്ടിയിലാണ് ഗൈസ് ഞാൻ ഭയങ്കര ഇതായിട്ട് ഞാനൊരു മറ്റേ ലോഗോയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൂടെ നോക്കിയാൽ കാണാൻ പറ്റും. BMW ലോഗോ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ BMW ഫ്രണ്ടിലത്തെ ലോഗോയും ബാക്കിലത്തെ ലോഗോയും ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതേ കണ്ടോ ഗൈസ്, സെറ്റ് സാധനം കണ്ടോ. അപ്പോൾ അത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടി തന്നെ എടുത്തുകൊണ്ട് നമുക്ക് പോവാം. പിന്നെ നിങ്ങൾ ഇതിൻ്റെ മോഡപ്പേക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലാനിലോ, ഈ മുകളിലുള്ള ക്ലാനില്ലേ ഗൈസ്, ഇതിനകത്തോ അതുപോലെ എന്താണ് മറ്റേത് ഇവിടെ എവിടെയോ ഈ സാധനമില്ല, ബിഗിനറിന് കൊടുക്കുക. ഈ സാധനത്തിൽ നിന്നും പോയി മാനേജ് അക്കൗണ്ടിൽ നിന്നും പോയി അക്കൗണ്ട് ക്രിയേറ്റ് ആക്കാൻ നിൽക്കരുത്. അതുപോലെ ഡെയിലി ടാസ്കിൻ്റെ താഴെ കിടക്കുന്ന ക്രിയേറ്റ് അക്കൗണ്ടിൽ നിന്നും പോയി അക്കൗണ്ട് ക്രിയേറ്റ് ആക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ ഉണ്ടാക്കിയേക്കുന്ന കാറ് മൊത്തം പോകും ഗൈസ്. അങ്ങനെ എൻ്റെ 1-2 പ്രാവശ്യം എൻ്റെ അക്കൗണ്ട് പോയതാണ് ഇതിനകത്തെ. പിന്നെ ഞാൻ 2-3 പ്രാവശ്യം ഫ്ലൈങ് സ്ക്യൂരലിൻ്റെ കാർ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. നല്ല ടഫാണ് ഗൈസ് അക്കൗണ്ട് പോയി കഴിഞ്ഞാൽ. അപ്പോൾ അക്കൗണ്ട് പോകാതെ ഇരിക്കാനുള്ള അതാണ് ഞാൻ ടിപ്പാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അക്കൗണ്ട് നിങ്ങൾ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക, മാക്സിമം ക്രിയേറ്റ് ചെയ്യാതെ നിങ്ങൾ കളിക്കുക. പിന്നെ നമുക്ക് ഓൺലൈൻ മാച്ചിൽ തന്നെ പോകാം. പിന്നെ ഇതിനകത്ത് ഇഷ്ടം പോലെ മലയാളീസ് ഉണ്ട് ഗൈസ്, ഇഷ്ടം പോലെ മലയാളീസ് കുറേ പേര് എൻ്റെ ഫ്രണ്ട്സുമായിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ജസ്റ്റ് ഒന്ന് സ്നോ സിറ്റിയൊക്കെ വരെ പോയിട്ട് വരാം. അവിടെ ഞാൻ പുതിയൊരു വീട് മേടിച്ചിട്ടുണ്ട്, അതൊന്ന് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഗെയിം ഇവിടെ ലോഡ് ആവുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇവിടെ കുറേ പേരുണ്ട്, നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഈ സാധനമില്ല, ഇന്ന് ഞാൻ ഗെയിം മൊത്തം ഞാൻ പരിചയപ്പെടുത്തി തരും. ഞാൻ നിങ്ങൾക്ക് ഈ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ 3 കുത്തിൻ്റെ ഇവിടെ പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പ്ലെയേഴ്സ് ഉണ്ട്, ആരൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഈ റോഡിൻ്റെ ഈ സംഭവത്തിൽ ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ വണ്ടി എവിടെയെങ്കിലും പോയി ഒരു ഔട്ട് ഓഫ് ട്രാക്കായി കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഈ സാധനത്തിൽ പിടിച്ചൊക്കെ നേരെ ട്രാക്കിൽ കൊണ്ടിട്ട് തരും. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ളത് ലൈറ്റ് കളിക്കാനാണ്, കണ്ടോ, മീഡിയം, ബ്രൈറ്റ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇടാം. പിന്നെ ഈ മൈക്കിൻ്റെ ചിഹ്നം നിങ്ങൾക്ക് അറിയാമല്ലോ, മൈക്ക് അത് ഞെക്കി പിടിച്ചാലാണ് കേസ് പറയാൻ പറ്റുക. ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം എന്നോട് ഇത് ചോദിക്കുന്നുണ്ട്, ഞാൻ ഡോണ്ടല്ലോ കൊടുക്കുകയാണ്, ഇപ്പം ഞാൻ സംസാരിക്കുന്നില്ല. പിന്നെ
പിന്നെ ഹാൻഡ് ബ്രേക്ക് അങ്ങനെ കുറച്ച് സാധനം അതിലേക്ക് പിന്നെ ഇപ്പോൾ വരാം. പിന്നെ നമുക്ക് ഇവിടെ ഈ സാധനം ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിക്ക് ടു ദ കാർ ടു ഇൻവൈറ്റ് റേസ് ആണ് ഗൈസ്. നമുക്ക് ഏതെങ്കിലും കാറിൽ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് റേസ് കൊടുക്കാൻ പറ്റും. നമുക്കും ആ കാറുമായിട്ട് റേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാർ, നിങ്ങൾക്ക് ഏത് കാറുമായിട്ടാണോ റേസ് ചെയ്യാൻ താല്പര്യം, ആ കാറിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്യുക. ഇപ്പം എൻ്റെ കാറിൽ തന്നെ ടാപ്പ് ചെയ്തുകൊണ്ടാണ് റേസ് ആവാത്തത്. പിന്നെ അതിനകത്ത് നിങ്ങൾക്ക് വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇത് ക്യാമറയുടെ സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ. ക്യാമറ നമുക്ക് പല രീതിക്ക് ആംഗിളിൽ സെറ്റപ്പ് ആക്കാം. പിന്നെ ഫോണുണ്ട്. ഫോണിനകത്ത് എടുക്കുവാണെങ്കിൽ നമുക്ക് ടാക്സി ആയിട്ട് വർക്ക് ചെയ്യാം. ടാക്സി മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ടാക്സി ആയിട്ട് വർക്ക് ചെയ്യാം. ബസ്സായിട്ട് നിങ്ങൾക്ക് ബസ് ഉണ്ടെങ്കിൽ ബസ്സായിട്ട് വർക്ക് ചെയ്യാം. പിന്നെ ഡ്രോൺ ഉണ്ട്. ഡ്രോൺ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. കണ്ടോ, ഇതുപോലെ നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ടാസ്ക് ഇപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല, ക്ലാനും നോക്കിയിട്ട് കാര്യമില്ല, അതൊന്നും നോക്കണ്ട നിങ്ങൾ. പിന്നെ ഗെയിംസ്, ഇത് ഇവരുടെ തന്നെ ഗെയിംസ് ഒക്കെയാണ്. പിന്നെ CPM എഡിറ്റർ, അത് നിങ്ങൾ സിംഗിൾ മോഡിൽ പോയാൽ മാത്രമാണ് പറ്റുള്ളൂ. CPM എഡിറ്റർ നിങ്ങൾക്ക് വീടും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വീട് പണിയാം, ഇഷ്ടമുള്ള സ്ഥലത്ത് സാധനങ്ങളൊക്കെ വയ്ക്കാം, അങ്ങനെയൊക്കെ. പിന്നെ ഈ സാധനം നിങ്ങളുടെ വണ്ടി എന്തോരം ഓടിയിട്ടുണ്ട് കാര്യങ്ങളും ഒക്കെ അറിയാനാണിത്. ഞാൻ ഇപ്പോൾ എന്തായാലും റീസെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് വേൾഡ് സെയിൽ, അതെടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ കുറേ നോക്കി, അത് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് വണ്ടി നിങ്ങൾക്ക് ലോക്കാക്കാം. എൻ്റെ കാർ ഇപ്പോൾ ലോക്കായി. എൻ്റെ കാറിൻ്റെ ഒരു പ്രത്യേകതയാണ്, അൺലോക്ക് ആക്കിയ കാർ ലോക്കാവും, ലോക്കാക്കിയ കാർ അൺലോക്കാവും. അങ്ങനെയാണ് എൻ്റെ കാറിൻ്റെ ഒരു പ്രശ്നം. പിന്നെ ഇൻഡിക്കേറ്റർ ഉണ്ട്. സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടാം, ഇപ്പുറത്തേക്കുള്ള ഇടാം, രണ്ടും ഓണാക്കാം, സാധാരണ ഗെയിംസിലൊക്കെ ഉള്ള പോലെ. പിന്നെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം, അകത്തേക്ക് കയറാം, താക്കോൽ ഓഫാക്കാം, ഓണാക്കാം. ഹോണുണ്ട്. ഹോൺ നിങ്ങൾക്ക് പല തരത്തിൽ നിങ്ങൾക്ക് സെറ്റാക്കാം ഗൈസ്. അവിടെ കാർ അപ്ഗ്രേഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റാക്കാം. പിന്നെ ഡ്രൈവ് ഉണ്ട്, മാനുവൽ ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്, റിവേഴ്സ് ഉണ്ട്, പാർക്കിംഗ് ഉണ്ട്, അങ്ങനെ കുറേ സെറ്റപ്പ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇമോജി ഇടാം, പല ടൈപ്പ് ഓഫ് ഇമോജി ഇടാം. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നിങ്ങൾക്കൊരു മെയിനായിട്ട് സാധനമുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാറ് ഓടിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വീഡിയോ എടുക്കണം എന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, കാർ റണ്ണായിക്കൊണ്ടിരിക്കുന്ന വീഡിയോ എടുക്കണം. നിങ്ങളിപ്പോൾ ഇങ്ങനെ റണ്ണാക്കിയിട്ടിട്ട് നിങ്ങൾ പെട്ടെന്ന് ഡ്രോണിൽ പോയി വീഡിയോ എടുത്താൽ കുറച്ച് ദൂരെ വണ്ടി ഓടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ പയ്യെ ഒന്ന് റണ്ണാക്കി വിട്ടിട്ട് ഈ സാധനം ഞെക്കുക. അപ്പോൾ വണ്ടി ആ ഒരു സ്പീഡിൽ നിങ്ങൾക്ക് പോകണം. സ്പീഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം, കുറച്ച് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതാരാണ്, ഏതോ പ്ലെയറൊക്കെ ഓക്കെ നമ്മൾ അക്സെപ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കീപ്പ് റോഡ് അലയൻസ് കൊടുത്തു കഴിഞ്ഞാൽ റോഡിൽ കൂടെ തന്നെ പൊക്കോളും. റോഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോയി ഇടിക്കുകയോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളെന്തായാലും ഒരു 80 സ്പീഡിലിട്ടിട്ടുണ്ട്. അപ്പോൾ റോഡിൽ കൂടെ തന്നെ പൊക്കോളും, വേറെ എവിടെ പോയി ഇടിക്കുകയൊന്നുമില്ല. എന്നിട്ട് ഡ്രോൺ എടുക്കുക. ഡ്രോൺ എടുത്തിട്ട് ഡ്രോൺ കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടാണ്. എന്നിട്ട് നിങ്ങൾ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ വണ്ടി കുറച്ച് സ്പീഡ് കൂടുതലായതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റാതെ. എന്നിട്ട് നമ്മൾ ബാക്കിയെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ സ്നോ സിറ്റിയിലുള്ള നമ്മുടെ വീട് വരെ പോകാം. പിന്നെ നിങ്ങൾക്ക് സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ മാപ്പുണ്ട്. അത്യാവശ്യം നല്ല വലിയ ഹ്യൂജ് മാപ്പാണ് ഇവർ ഗെയിമിൽ കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല വലുതാണ് ഗൈസ്, അത്യാവശ്യം നല്ല രീതിക്ക് വലുതാണ്. ഇത് ഇങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. സ്നോ സിറ്റി വരുന്നത് ഇവിടെയാണ്. ഞാൻ കുറേ തപ്പിയിട്ടാണ് ഞാൻ അത് കണ്ടുപിടിച്ചത്. ഇതാണ് നമ്മുടെ വീട് വരുന്നത്. നമുക്ക് എന്തായാലും അവിടം വരെ പോകാം ഗൈസ്. നമ്മുടെ മോസ്റ്റ് വാണ്ടഡ് കാർ എടുത്തിട്ട് നമുക്ക് അവിടം വരെ പോയിട്ട് വരാം. അയ്യോ, വണ്ടി ഇടിക്കില്ലേ. ഇടയ്ക്ക് ഗിയർ മാറ്റാൻ ചെറിയൊരു ഇതുണ്ട്. അത് ഞാൻ കുറച്ച് ഗിയറിൻ്റെ ഒരു ചെറുതായിട്ട് എന്നിട്ട് മാറ്റി വെച്ചുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്തായാലും അവിടം വരെ പോയിട്ട് വരാം. പിന്നെ നിങ്ങൾക്ക് ഒരു സാധനം കൂടി കാണിച്ചു തരാം ഗൈസ്. ഇതിപ്പോൾ ഞാൻ എവിടം വരെ എത്തി. ഇത് ഏതാ സ്ഥലം? അയ്യോ, സ്ഥലം മാറിപ്പോയി. ഇങ്ങോട്ടല്ല, തിരിച്ചാണ് പോകുന്നത്. എന്തായാലും തിരിച്ചു പോട്ടെ ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് പെട്രോൾ പമ്പിൽ പോയി കഴിഞ്ഞാൽ പെട്രോൾ അടിക്കാൻ നിങ്ങൾക്ക് മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ടൈം ട്രാക്ക്, ബയ്യ്, സെല്ല്, ഗ്യാസ് സ്റ്റേഷൻ, ഹോസ്പിറ്റൽ, അങ്ങനെ ഒത്തിരി സംഭവമുണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് പോയി നിങ്ങൾക്ക് ജോബ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാം, പെട്രോൾ അടിക്കാം. കാർ ഇതുപോലെ ഇടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ കൊണ്ട് ഇടിച്ചിട്ട് കാണിച്ചു തരാം നിങ്ങളെ. ഇപ്പോൾ കാർ ഇവിടെ കൊണ്ട് ഇടിച്ചു. കാർ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, കാറിന് ചളക്കാൻ പറ്റിയിട്ടുണ്ട്. കാറിൽ നിന്ന് ഇടിച്ചപ്പോൾ കാർ ചളങ്ങി. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇവിടെ റിപ്പയർ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ചെല്ലുക. റിപ്പയറായി. ആ സൗണ്ട് കേട്ടോ ചെറിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കാർ റിപ്പയറായി. പിന്നെ നിങ്ങൾക്ക് ഇവിടെ മണിയൊക്കെ കളക്ട് ചെയ്യാൻ മണി നമുക്ക് അല്ലാതെ തന്നെ അൺലിമിറ്റഡ് ആയിട്ട് മേടിക്കാം. നിങ്ങൾക്ക് ഇവിടെ ചെന്നിട്ട് നേരെ ഗെയിമിൽ തന്നെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് മേടിക്കാം. താങ്ക് യു ഫോർ ദ ബിഗ് പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇഷ്ടം പോലെ പൈസ ഉണ്ട് എൻ്റെ കയ്യിൽ. 50 ലക്ഷത്തിന് മുകളിൽ നമുക്ക്
മേടിക്കാൻ പറ്റില്ല ഗൈസ്. അത് ഞാൻ ഒത്തിരി നോക്കിയായിരുന്നു. അതിൽ കൂടുതൽ നമുക്ക് ക്യാഷ് മേടിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ ടയർ സർവീസിൽ പോയി കഴിഞ്ഞാൽ ടയറൊക്കെ മേടിക്കാൻ പറ്റും. ഞാൻ എന്താ ഇവിടെ വന്നത്, ഈ സ്ഥലത്ത് തന്നെ എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരൊക്കെ വരിക. ഇതിനകത്ത് ഗെയിമിൽ ലോഡാകുമ്പോൾ തന്നെ കുറേ പേര് ഇവിടെ വന്ന് നിൽക്കും. ഇഷ്ടംപോലെ ആൾക്കാർ ലോഡാകുമ്പോൾ തന്നെ ഇവിടെയാണ് വന്ന് നിൽക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും അതൊന്നും നോക്കണ്ട. നമുക്ക് നിങ്ങൾ വരുവാണെങ്കിൽ കാർ വാഷിൻ്റെ അവിടെ വരിക. അപ്പോൾ ഒത്തിരി പേരായിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സൊക്കെ ആകാൻ പറ്റും. കാറ് മാറി ട്രാക്ക് വിട്ടുപോയി. നമുക്ക് ട്രാക്ക് ചെയ്യാം. നമ്മൾ നേരെ ട്രാക്കിൽ കയറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ സ്നോ സിറ്റി പോകാം. അവിടെയുള്ള വീട് കാണിക്കാം. പിന്നെ ഇവിടെ പെട്രോൾ പമ്പ് അവിടെ ഉണ്ടായിരുന്നൊരു പെട്രോൾ പമ്പ്. അവിടെ നിങ്ങൾക്ക് പെട്രോൾ അടിക്കാം. സ്നോ സിറ്റിയിൽ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് ഗൈസ്, ഞാൻ കാണിച്ചു തരാം അവിടെ ചെന്ന് കഴിയുമ്പോൾ. പിന്നെ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രം മറക്കാതെ ചെയ്യുക ഗൈസ്. ഓക്കെ, നമുക്കിപ്പോൾ 6 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. റോഡ് ടു 10 സബ്സ്ക്രൈബേഴ്സാണ് ഗൈസ്. 10 സബ്സ്ക്രൈബേഴ്സ്. ഓ വണ്ടി നിർത്ത്. നമുക്ക് ഇതുവഴി വേണം ഗൈസ് പോകാൻ. അപ്പുറത്തെ വഴി കയറായിരുന്നു. അപ്പുറത്തെ ഒരു വഴി നിങ്ങൾക്ക് വന്നപ്പോൾ കണ്ടു കാണും. അപ്പുറത്തെ ഒരു കിടക്കുന്ന വഴിയുണ്ടോ ഗൈസ്, അതുവഴിയും പോകാം. ഞാൻ എന്തായാലും ഇപ്പുറത്തെ വഴി എടുത്തു, കാരണം കുറച്ച് സ്പീഡായിരുന്നു അതുകൊണ്ട്. അപ്പോൾ ഇതുവഴിയാണ് നമുക്ക് പോകേണ്ടത്. നിങ്ങൾക്ക് മാപ്പിൽ കുറേ സ്ഥലമുണ്ട് ഗൈസ്, നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ നല്ല പോലെ ഉണ്ട്. നിങ്ങൾക്ക് കാർ റേസിംഗ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ കളിച്ച് നോക്കുക. പിന്നെ ഇതിൻ്റെ 2ൻ്റെ മോഡപ്പിക്ക് വർക്കിംഗ് അല്ല ഗൈസ്, ഞാൻ എടുത്ത് നോക്കിയായിരുന്നു. അതെങ്ങനെയെങ്കിലും സെറ്റ് ആവുകയാണെങ്കിൽ ഞാൻ ഇടാം ഗൈസ്. നിങ്ങൾക്ക് 2 ഒക്കെ ഈ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയറിൻ്റെ 2 കളിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ കാണും. അയ്യോ വണ്ടി പോയി. അയ്യോ നേരെയാവും. ഇപ്പോൾ പോയി ഇടിച്ചേനെ. നമ്മുടെ വീടിൻ്റെ അടുത്തെത്തി. ഇവിടെ സ്നോ സിറ്റി എത്തി ഗൈസ്. നമുക്കിവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. സ്നോ ആയതുകൊണ്ട് നന്നായിട്ട് തെന്നും വണ്ടി. കണ്ടോ നല്ലപോലെ തെന്നും വണ്ടി. ഇതാണ് ഗൈസ് പെട്രോൾ പമ്പ്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇതുപോലെ തന്നെ വണ്ടി റിപ്പയർ ചെയ്യുന്ന സ്ഥലമൊക്കെ ഉണ്ട്. തിരി. ഓക്കെ, ഇതാണ് ഗൈസ് പെട്രോൾ പമ്പ്. ഗ്യാസ് സ്റ്റേഷൻ എഴുതി വെച്ചേക്കുന്നുണ്ട്. നമ്മുടെ വണ്ടിയിലിപ്പോൾ ഫ്യൂവൽ കുറവാണ്. നിങ്ങൾക്ക് ഇവിടെ ഈ ഭാഗത്തായിട്ട് നോക്കിയാൽ കാണാൻ പറ്റും. ഫ്യൂവൽ കുറവാണ്. ഫ്യൂവൽ അടിച്ച് കയറി വരുന്നുണ്ട്. അടിച്ച് കയറിങ്ങ് വരുവാണെങ്കിൽ ഫ്യൂവൽ എന്തായാലും ഫ്യൂവലൊന്ന് ഫുൾ ആവട്ടെ ഗൈസ്. എന്നിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ പോയിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. ഓക്കെ, ഫ്യൂവൽ ഫുള്ളാവാറായി ഏകദേശം. പിന്നെ നമുക്ക് വണ്ടിയിൽ ഫ്യൂവൽ അടിക്കിയിട്ട് നമുക്ക് ഇറങ്ങിയൊക്കെ വേണമെങ്കിൽ നടക്കാം ഗൈസ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഞാൻ ഇപ്പോൾ കുറേ നാളായിട്ട് കളിക്കുന്നുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ടാങ്ക് എന്തായാലും ഫുള്ളായിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോവാം. ഓക്കെ, പിന്നെ നമ്മൾ പ്രോ ഡ്രൈവർ ആയതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ ഇടിക്കാതെ നമുക്ക് പെട്ടെന്ന് പോവാം. ചെറുതായിട്ടൊന്ന് വണ്ടി തട്ടി, അത് നമുക്ക് എന്തായാലും തട്ടിയതല്ലേ, റിപ്പയർ ചെയ്തിട്ട് പോകാം. റിപ്പയർ സെൻറ്റർ ഇവിടെ ഉള്ളതല്ലേ. ഇവിടെ ഒരു റിപ്പയർ സെൻറ്റർ ഉണ്ട് ഗൈസ്. കണ്ടോ, കാർ സർവീസ് എന്നും പറഞ്ഞ് കണ്ടോ റിപ്പയർ ചെയ്യുമ്പോൾ വരുന്ന കണ്ടോ ഗൈസ്. റിപ്പയർ ചെയ്ത് സെറ്റാക്കിയ വണ്ടി. ഇനി നമുക്ക് നേരെ പോവാം. അയ്യോ ഇടിച്ച്. ഇപ്പോൾ വണ്ടിക്ക് വല്ല കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ഇത് വണ്ടി കാണാൻ തന്നെ ഒരു ഇതാണ് ഗൈസ്, ലുക്കാണ് വണ്ടി. അതുപോലെ നിങ്ങൾ മോഡപ്പിക്ക് കളിക്കണവരാണെങ്കിൽ എന്തെങ്കിലും കാറ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ഗിവ് ചെയ്യാം. നമ്മുടെ കാറ് പണിയാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാത്തവരും എന്നാൽ പണിയെടുക്കാതെ കാറ് കിട്ടണം എന്നുള്ളവരും കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ഒരു കാർ ഞാൻ ഗിവ് ആയിട്ട് തരാം. നിങ്ങൾക്ക് ഏത് കാർ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് പണിത് സെറ്റാക്കി നമുക്ക് ഗിവ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇത് നമ്മുടെ വീട്. ഞാൻ മേടിച്ചായിരുന്നല്ലോ വീട്, ഇപ്പം എന്ത് പറ്റി? കാറ് നല്ലപോലെ ഡാമേജ് ആയി ഗൈസ്. ഇതെന്താണ് ഇങ്ങനെ? കാറ് നല്ലപോലെ ഡാമേജ് ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ കൊണ്ട് ഇടിച്ചായിരുന്നു. നമുക്ക് എന്തായാലും വീട് ഒന്നുകൂടി മേടിക്കാം. ഒരു വീടല്ലല്ലേ, അത് പൈസയായിരുന്നു ഗൈസ്. ഇടയ്ക്ക് ഇതുപോലുള്ള പൈസ കാണും. ഇതെന്താ വണ്ടി കയറാത്ത? ഇതുവഴിയായിരുന്നല്ലോ കയറ്റേണ്ടത്. കുറച്ച് ഫ്രണ്ടിലേക്ക് എടുത്ത് വണ്ടി നല്ലപോലെ ഡാമേജ് ആയി. നമുക്കിപ്പോൾ തന്നെ റിപ്പയർ ആക്കാം. ഓക്കെ, നമ്മൾ വണ്ടി കയറ്റി പോകണം. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഡോറിൻ്റെ ചിഹ്നം കാണിച്ചിട്ടുണ്ടോ ഗൈസ്? ഡോറിൻ്റെ ചിഹ്നം കാണിച്ചു. നമ്മൾ അതിനകത്ത് നോക്കി. ഇപ്പോൾ കാറ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ വീട്. നമ്മളെന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഇതാണ് നമ്മുടെ സ്നോ സിറ്റിയിലെ വീട്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ വീട് മേടിക്കാം. ഓക്കെ, ഇതാണ് വലിയ വീടാണ് ഗൈസ്, വലിയ വീട്. നമ്മൾ പിന്നെ റിച്ചായിട്ട് നേരെ വന്നു മേടിച്ചു വീട്. നമ്മുടെ വണ്ടി നമ്മുടെ നീഡ് ഫോർ സ്പീഡിലെ മോസ്റ്റ് വാണ്ടഡിലെ കാറാണ് സെറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാറാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. ഒരു ചെറിയ വീഡിയോ എന്ന് തോന്നുന്നു, അത്യാവശ്യം ലോങ് ആയെന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അതുവരെ ബായ്.